May I invite M. Abdul Majid sir, former Additional Director, Department of Industries and Commerce. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് ആ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വളരെ നല്ല 2 സെഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുകയും ആസ്വദിക്കുകയും മാത്രമല്ല ചെയ്തത്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും എന്നുകൂടി ഞാൻ കരുതുകയാണ്. ഉണ്ടാവും ഇല്ലേ? എന്ത് തീരുമാനം എടുത്തത്? എന്ത് തീരുമാനമായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക? എന്തായിരുന്നു ഈ പ്രോഗ്രാമിന് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം? നമ്മുടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ കഴിഞ്ഞ ക്ലാസ്സിൽ മധുഭാസ്കർ സാർ നമ്മളോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം കുറേ അസൈൻമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ അസൈൻമെൻറ്റ് ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് നമുക്ക് തന്നത്. അതിലെന്താ പറഞ്ഞത്? ആ അസൈൻമെൻറ്റ്സ് വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാനും എന്തെങ്കിലുമൊക്കെ പറയാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അർത്ഥത്തിൽ ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരുപാട് നിമിഷങ്ങൾ നിങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി സംരംഭത്തെക്കുറിച്ചും സംരംഭകരെക്കുറിച്ചുമൊക്കെ ഒരുപാട് പ്രചരണ പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ രൂപത്തിൽ സംരംഭകൻ സമൂഹത്തിൻ്റെ അസറ്റാണ് എന്നുള്ള ഒരു സ്ലോഗൻ നമ്മളൊക്കെ മനസ്സിൽ വന്നത്. സംരംഭകത്വം പഠിച്ച ഒരാളാണ് ഞാൻ. അത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് തന്നെ പഠിച്ചതാണ്. അന്ന് ഞങ്ങളൊക്കെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റർപ്രനേഴ്സ് ആർ ദി അസറ്റ്സ് ഓഫ് ദി നേഷൻ എന്നാണ്. നേരത്തെ മധുഭാസ്കർ സാറ് പല കാര്യങ്ങളിലും നേരത്തെ കൊച്ചൗസേഫ് എന്ന കേരളത്തിൻ്റെ റോൾ മോഡലായ സംരംഭകനെ നമുക്ക് പരാമർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം രസകരമായ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഒരു ചെറിയ സ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്തു. ആ ജോലി ചെയ്തതിന് ശേഷം ആ പ്രോഡക്റ്റ് അതേപോലെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അത് ആലോചിച്ചതിന് ശേഷം പിന്നീട് അതിന് ചില പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കി. ആ പ്രോജക്റ്റ് അന്നൊക്കെ കേട്ടതനുസരിച്ച് ബാങ്കിലൊക്കെ ചെന്നാൽ വളരെ പെട്ടെന്ന് വായ്പ കിട്ടുമെന്ന് ആരോ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ 1,00,000 രൂപ മുടക്ക് പൊതു വരുന്ന ആ പ്രോജക്റ്റിന് വേണ്ടി 50,000 രൂപ അദ്ദേഹത്തിൻ്റെ പിതാവ് ഓഫർ ചെയ്തു. ബാക്കി 50,000 രൂപക്കാണ് അദ്ദേഹം ബാങ്കിൽ പോയത്. അന്ന് ബാങ്കിൽ ഒക്കെ സംസാരിച്ചതിന് ശേഷം കെൽട്രോണും വേറെ ഏതൊരു ബ്രാൻഡൊക്കെ ഉണ്ടായിരുന്നു, അതുമായി മത്സരിച്ച് കൊച്ചൗസേപ്പിന് വിജയിക്കാൻ കഴിയില്ല എന്ന് ബാങ്കേർ പറഞ്ഞു. അദ്ദേഹത്തിന് വായ്പ കൊടുക്കാതെ ഇറക്കി വിട്ടു എന്നൊരു കഥ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കഥയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത്, അടുത്ത 50,000 രൂപ കൂടി അച്ഛൻ തന്നെ തന്നു. അന്നേരം അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്തോ, സംരംഭകനായാൽ പിന്നെ പെണ്ണ് കിട്ടില്ല. അത് രസകരമായി അദ്ദേഹം പറഞ്ഞൊരു കഥയാണ്. ആ അർത്ഥത്തിൽ നിന്നും സംരംഭകൻ നാടിൻ്റെ അസറ്റാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ വെൽത്ത് ക്രിയേഷനെ കുറിച്ച് മധുഭാസ്കർ നമ്മളോട് പറഞ്ഞു. ആ വെൽത്ത് ക്രിയേഷൻ നമുക്ക് വേണ്ടി മാത്രമാവരുത് എന്ന് കൂടി പറഞ്ഞു. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വേണ്ടിയാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ ഒരുപാടുണ്ടാവും. സംരംഭകനുണ്ടാവും, ഇൻവെസ്റ്റർ ഉണ്ടാവും, തൊഴിലാളി ഉണ്ടാവും, കസ്റ്റമർ ഉണ്ടാവും, സപ്ലയർ ഉണ്ടാവും, ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, നാട്ടുകാരുണ്ടാവും. എല്ലാ അർത്ഥത്തിലും വരുന്ന ആളുകൾ ഒരു രൂപത്തിലോ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലോ നമ്മുടെ സംരംഭവുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ സംരംഭത്തിൻ്റെ വളർച്ച ഈ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു സംരംഭം വളരുന്നു എന്ന് പറയുന്നത് നാട് വളരുന്നു, രാഷ്ട്രം വളരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണുകയാണ്.
ഇപ്പോൾ ഗവൺമെൻറ്റുകളൊക്കെ ഈ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിൽ സംരംഭക്കുള്ള പങ്കാണ്. ഇങ്ങനെ വരുമ്പോൾ അവിടെയാണ് ഒരു സംരംഭത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ആ സംരംഭത്തിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ 5 ഘട്ടങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ നമ്മൾ ഏത് ഘട്ടത്തിലാണോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്തു. ആ ഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോവുക എന്നുള്ള ഒരു അസൈൻമെൻറ്റും അതെങ്ങനെ വേണമെന്നുള്ള കാര്യവും നമുക്ക് പറഞ്ഞു തന്നു. അവിടെയാണ് ഈ പറയുന്ന അടുത്ത സബ്ജക്റ്റ്, നേരത്തെയുള്ള സബ്ജക്റ്റ് സെഷൻസിൻ്റെ തുടർച്ചയാണ് ഈ സബ്ജക്റ്റ് പെർഫോമൻസ് എക്സലൻസ് ഇൻ ദി ഡിജിറ്റൽ വേൾഡ്. ഇവിടെ പെർഫോമൻസ് എക്സലൻസ് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. നോർമൽ കോഴ്സിൽ പഴയ കാലത്തൊക്കെ നമ്മൾ സംരംഭത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ലാഭത്തിലും ടേൺ ഓവറിലുള്ള വളർച്ചയാണെങ്കിൽ ഇന്ന് അത് മാത്രമല്ല പറഞ്ഞത്, ഒരു സിസ്റ്റത്തിൻ്റെ വളർച്ചയെ കൂടി പറയുന്നുണ്ട്. ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് മേഖലകളുണ്ട്. അതിൽ ഓപ്പറേഷൻ ഉണ്ട്, സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ HR മാനേജ്മെൻ്റ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായി ചെയ്യുമ്പോഴാണ് അത് വളരെ കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയുക എന്നും നമ്മളോട് പറയുകയുണ്ടായി. ഏതെങ്കിലും രൂപത്തിൽ ഡിജിറ്റൽ ടൂൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളൊക്കെ. ഏറ്റവും ചുരുങ്ങിയത് ഒരു ജിപേയും ഇപേയും ഇല്ലാത്ത ഒരു വഴിവാണിഭക്കാരന് പോലും ഇന്നില്ല. പക്ഷെ മറ്റ് മേഖലകളിൽ, ഓപ്പറേഷനിൽ, കസ്റ്റമർ റിലേഷനിൽ, മാർക്കറ്റിങ്ങിൽ, സെയിൽസിൽ, ഫിനാൻസിൽ, അതുപോലുള്ള ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇതിനെ എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ പറയുന്ന മോഡേൺ ടെക്നോളജി, വളർന്നു വരുന്ന ടെക്നോളജി നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഏത് രൂപത്തിൽ ഉപകരിക്കുമെന്നതാണ് അടുത്ത സെഷനിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ വിഷയം പറയുന്നത്, പെർഫോമൻസ് എക്സലൻസ് ഇൻ ഡിജിറ്റൽ വേൾഡ്. പെർഫോമൻസ് എക്സലൻസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ മേഖലകളിലും നമ്മൾ ഉണ്ടാക്കുന്ന സിസ്റ്റത്തെയാണ്, നമ്മൾ ഉണ്ടാക്കുന്ന വളർച്ചയാണ്. തീർച്ചയായും അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കൂടുതൽ ടേൺ ഓവറും കൂടുതൽ പ്രോഫിറ്റും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നതും ഒക്കെ തന്നെയാണ്. പക്ഷേ അതിനൊരു സിസ്റ്റത്തിലൂടെ കൊണ്ടുവന്നാൽ അത് എത്രമാത്രം സുഖകരമായിരിക്കും, എളുപ്പമായിരിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായി പഠിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ അതാണ് ഇന്ന് നമ്മളുടെ ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയായുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നേരത്തെ വന്ന ഈ പറയുന്ന നമുക്ക് കിട്ടിയ കുറേ വിഷനുകൾ, കുറേ ഇൻസൈറ്റുകളുണ്ട്. ആ ഇൻസൈറ്റുകളെ ആ രൂപത്തിൽ തുടർന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോയതിന് ശേഷവും ഇതിനെ പരമാവധി നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ഉപയോഗിക്കാനും അതുവഴി ഈ പറയുന്ന പ്രോഗ്രാം നമുക്ക് ഏറ്റവും ഫലപ്രദമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനും കൂടിയുള്ള ഒരു സെഷന് കൂടിയായിട്ട് ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് വരികയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയ ആൻഡ് TV പേരിലും അഭിനന്ദനം നിലനിർത്തിക്കൊടുത്തേണ്ട അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.